സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഹളറമി യൂത്ത് വോയിസ് സംഘടിപ്പിച്ച ജീലാനി അനുസ്മരണ ആത്മീയ മജ്‌ലിസിൽ നല്ല പ്രഭാഷണമാണ് പ്രിയ സുഹൃത്ത് റാഫി സഖാഫി കാമിൽ സഖാഫി അയ്യങ്കേരി അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഏണിയാടി പഠിപ്പിൽ നിന്ന് പരിപാടി കഴിഞ്ഞു വരുമ്പോൾ ലൈവ് ശരിക്കും കിട്ടുന്നില്ലെങ്കിലും അൽഹംദുലില്ലാ തുടക്കം ഇങ്ങനെ കുറേ കേട്ടുകൊണ്ട് വരികയായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളം മജ്‌ലിസുകളിൽ ആത്മീയ പ്രഭാഷണം നടത്താനുള്ള തൗഫീഖും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് റബീഉൽ ആഖിർ 24 മഹാനായ ശൈഖുന ചെറിയ ഉസ്താദിൻ്റെ അനുസ്മരണ ദിവസമാണ്, വഫാത്ത് ദിനമാണ്. ധാരാളം ആലിമീങ്ങൾ, സാദാത്തുക്കൾ, താജുൽ ഉലമ, നൂറുൽ ഉലമ അടക്കമുള്ള മഹാന്മാരും വഫാത്തായ മാസമാണ് റബീഉൽ ആഖിർ. അതുപോലെ തന്നെ നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി ഈ വേദി, ഈ സ്ഥലം ഇവിടെ സൗകര്യം ചെയ്ത് നമ്മുടെ ഹനീഫ, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഉൾപ്പെടെ ഇന്നലെ മരണപ്പെട്ടുപോയ ചോദാക്കര ഹംസജയുടെ ഉമ്മ, ധാരാളം ആളുകൾ ഈ അടുത്തിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്ത് ഭക്ഷണം മേടിച്ച് സന്തോഷത്തോടു കൂടി പിരിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് യൂത്ത് ഹളറമി യൂത്ത് വോയിസ് എന്ന ഈ കൂട്ടായ്മ ധാരാളം നന്മകൾ ചെയ്യണം, പ്രവർത്തിക്കണം എന്ന ഏറ്റവും വലിയ ദൗത്യത്തോടെ, ഉദ്ദേശത്തോടു കൂടെയാണ് ഈ കൂട്ടായ്മ ഇവിടെ നിലവിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തകർ, പ്രത്യേകിച്ച് യുവാക്കളാണ്. നമുക്ക് ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ഹാഫിദ് ഉസ്താദ് പറഞ്ഞു, ഉറൂസിനിക്ക് ഇങ്ങനെ ഒരു വഅദ് വെച്ചാൽ ആരും ഉണ്ടാവില്ല. സത്യമാണ്, ഉറൂസിന്റെ വേദി നോക്കിയാൽ ആരും ഉണ്ടാവില്ല. അത് സത്യമാണ്. അപ്പോൾ പീഡികളിലും അവിടെ ഇരിക്കുന്നവരൊക്കെ വന്ന് നമുക്ക് പെട്ടെന്ന് ദുആ ചെയ്ത് വരിക. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളും അപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, വിത്തകത്ത് തൊലി പുറത്ത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തങ്ങളെപ്പോഴും പ്രസംഗത്തിൽ ഒരു വേദിയിൽ വന്നാൽ ഫസ്റ്റ് പറയലാതെ ഒരു സദസ്സിൽ വന്നാൽ നമ്മൾ കാണികളായിട്ട് ഇങ്ങനെ ഒരു ഷോക്ക് നിൽക്കാൻ പറ്റൂല. ഉള്ള സദസ്സ് എന്താണോ ആ സദസ്സിൽ വന്ന് തുടക്കം മുതൽ അവസാനം ദുആ ചെയ്ത് സ്വലാത്ത് ചൊല്ലി പിരിയുന്ന സദസ്സാണ്. അതാണ് ഏറ്റവും വലിയ ബർക്കത്ത് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇപ്പം സമയം നമുക്കൊരു ഫാത്തിഹ ഓതി പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇങ്ങനെയുള്ള ആത്മീയ മജ്‌ലിസിൽ പ്രഭാഷണം കേട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ റാഫി ഹിമമി സഖാഫി ഓർമ്മപ്പെടുത്തിയത് വ്യാജന്മാരായ സ്ത്രീകൾ മഖാമുകളിലേക്ക് വന്നിട്ട് ശൈത്താനിയത്തും ജിന്നിയത്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇളക്കൽ എന്ന് പറഞ്ഞിട്ട് കുറേ വരുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളൊക്കെ വശീകരിച്ചിട്ട് ഞാൻ വലിയ സിയമോനിയുള്ളാൻ്റെയും സൂഫി ഷെയ്ദിൻ്റെയൊക്കെ പൊരുത്താണെന്ന് പറഞ്ഞിട്ട് വ്യാജങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും പ്രത്യേകിച്ച് അങ്ങനെയുള്ള വ്യാജന്മാരെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പല നാടുകളിലും നമ്മുടെ നാടുകളിലേക്ക് വന്നിട്ട് തങ്ങളാണ്, കുത്തുബാണ്, ഷെയ്ഖാണ്, ബീബിയാണ്, ചിന്നുമ്മയാണെന്ന് പറഞ്ഞിട്ട് പല വീടുകളിൽ നിന്ന് താമസിക്കുന്നത് നമ്മുടെ നാടിൻ്റെ പരിസരത്ത് കേൾക്കുന്നുണ്ട്. അത് നമ്മുടെ ഈമാൻ തെറ്റിപ്പോകുന്ന ഒരു കാരണമായി പോകുമെന്നാണ് ഇന്നത്തെ പ്രസംഗത്തിൽ ശൈഖ് ജീലാനി തങ്ങളെ അനുസ്മരിച്ചിട്ട് അവരെ മുൻനിർത്തി സൂചിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകൾ മഖാമിലേക്ക് വന്നാൽ, ഞാൻ തന്നെ ഇവിടുന്ന് കുറച്ചു മുമ്പ് ഞാനിവിടെ പരിപാടി കഴിഞ്ഞ് രാത്രി ഒരാൾ വന്നിട്ട് പറഞ്ഞു, സൂഫി പാപ്പ കുഴിച്ചൊരു കിണറുണ്ട് എവിടെ, കുത്തിനാട്. സത്യത്തിൽ അങ്ങനത്തെ ഒരു കുത്തിനാടിൽ അങ്ങനത്തെ ഒരു കിണറില്ല. അത് വെറുതെ പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് പാവപ്പെട്ട മുഅ്മിനീങ്ങളെ ഈമാനിൽ ചൂഷണം ചെയ്യുകയാണ്. അങ്ങനെ പലരും പലതും പറഞ്ഞുകൊണ്ട് ഈമാനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വിഷയം അത് നമ്മളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇലാ ഹദറത്ത് നബിയിനാ വഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറാത്തി അഹ്ലിൽ ഖൈരി അജ്മഈന അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم.
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد الحبيب المحبوب شافي العلل ومفرج الكروب وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صدق بنا طريق الرشاد وخلع علينا خلع الرضوان والبداد اللهم انزله المقعد المقرب عندك يوم القيامة أرحم الراحماي ملك الجباراي عظيماي الله صادقلاയ ഞങ്ങളുടെ മജ്ലിസ് നിന്റെ റഹ്മത്ത് കൊണ്ട് ഖബൂലാക്കണം അല്ലാഹ് ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആൻ ഇവിടെ വെച്ച് ചൊല്ലിയ സ്വലാത്തുകൾ മുഹയ്യത്തീൻ റാത്തീബ് ദിക്റുകൾ നസീഹത്തുകൾ സദഖകൾ എല്ലാം നീ ഖബൂലാക്കണം അല്ലാഹ് ഇതിന്റെ കമിസൽ സവാബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് മുഴുവൻ അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ ശുഹദാക്കൾ സിദ്ദീഖീങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് പ്രത്യേകിച്ച് ഈ മാസത്തിന്റെ സാഹിബായ ഖുതുബുൽ ഖുതാബ് ഔഫുൽ അഅ്ളം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ മജ്ലിസാണ് അവിടുത്തെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഇഫായി ശൈഖ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അബുൽ ഹസൻ ശാദുലി തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് മഹാനായ ശൈഖുന സൂഫി ഷഹീദ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഉപ്പാപ്പ സയ്യിദുന ഹസൻ സഖാഫ് അൽ ഹദ്റമി തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് മുഴുവൻ മഹാന്മാരായ താജുൽ ഉലമ നൂറുൽ ഉലമ ചെറിയ ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ശംസുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളെ ഹദ്റത്തിലേക്ക് ഇതിന്റെ കമിസിന് സവാബത്തിച്ച് മഹാന്മാരുടെ ദറജകളും ഫദ്ലുകളും കറാമാത്തുകളും വർദ്ധിപ്പിക്കണേ അല്ലാഹ് ആ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ മരണപ്പെട്ടു പോയിരിക്കുന്ന പലരുടെ മാതാക്കളെ പിതാക്കൾ ബന്ധുമിത്രാദികൾ സഹപാഠികൾ സഹപ്രവർത്തകര് ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും ഞങ്ങളും മുതഅല്ലിമായ സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ പടച്ചുറപ്പേ ഞങ്ങൾ സ്ഥാപനത്തെ സഹായിച്ച പലരും ഞങ്ങളുടെ മജാലിസുകളിൽ പങ്കെടുത്ത പലരും ഇന്ന് ആറടി മണ്ണിനാണ് അവരൊക്കെ ഖബറിലേക്ക് നിന്റെ മിസരി സവാബത്തിച്ചു കൊടുക്കണേ അല്ലാഹ് ഖബറ് വിശാലമാക്കണേ അല്ലാഹ് സ്വർഗ്ഗമാക്കണേ അല്ലാഹ് ഈ മജ്ലിസിന്റെ അളമത്ത് കൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് കൂട്ടുകുടുംബങ്ങള് ദുആ കൊണ്ടേൽപ്പിച്ചവർ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ ഈ സംരംഭത്തെ സഹായിച്ചവർ ഇതിന് വേണ്ടി പ്രവർത്തിച്ചവർ ഇവിടെ ഒരുമിച്ചു എല്ലാ ചെറുതു വലുത് ആട് പെണ്ണ് മുഴുവൻ ആടുകളെയും എല്ലാ ചെറുതും വലുതുമായ പാവങ്ങളെ മായിച്ചു കളയണം അല്ലാഹ് ഉദ്ധായ തങ്ങളെ കൊണ്ട്
കൊണ്ട് പാവങ്ങളെ മായിച്ചു കളയണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പരസ്യവും രഹസ്യവുമായി ഞങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ നിന്റെ റഹ്മത്ത് കൊണ്ട് നിന്റെ ഐനുർ റഹ്മത്തായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പുറത്തു തരണേ അല്ലാഹ്. ഇരു ലോകത്തും വിജയിപ്പിക്കണേ അല്ലാഹ്. ഇസ്സത്തിലാക്കണം അല്ലാഹ്, ദില്ലത്തിലാക്കല്ല അല്ലാഹ്, ഫളിയത്തിലാക്കല്ല അല്ലാഹ്, ഐബത്തരത്തിലാക്കല്ല അല്ലാഹ്. നിന്റെ പൊരുത്തത്തിനായി ദീനി ഖിദ്മത്തിനായി ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അഭിമന്യ ഗുരുവര്യർ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നേതൃത്വമായ സുൽത്താനുൽ ഉലമ ശൈഖുനാ കാന്തപുരം ഉസ്താദ് എപി ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅ അവിടത്തേക്ക് ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ്സ് നൽകി ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. മറ്റു സാദാത്യങ്ങൾ ഉലമാഇന് നൽകണേ അല്ലാഹ്. അവരെ തഹ്തിനായി നിന്റെ ദീനാകുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖും ദീർഘായുസ്സ് ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ തഅല്ലുമ തഅലീമ തദ്രീസ് കച്ചവടത്തിന് ബിസിനസ്സിന് ജോലിയിലെ ഹറകാത്ത് സകനാത്ത് ഇവിടെ ലഭിച്ചുകൂടെ മുഴുവൻ മുഅ്മിന് മുഅ്മിനാത്തുകൾ ഈ സംരംഭത്തെ സഹായിച്ചവർ പ്രവർത്തിച്ചവർ എല്ലാവരും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അവർക്ക് നീ വലിയ ഹിഫ്ളും ബറക്കത്തും നൽകണേ അല്ലാഹ്. എല്ലാവരും കച്ചവടത്തിന് ബിസിനസ്സിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന അവിടുത്തെ മഹബത്ത് വെക്കുന്ന അവിടുത്തെ മദ്ഹ് പറയുന്ന പാടുന്ന മക്കളാക്കണേ അല്ലാഹ്. റബ്ബേ പലരുടെയും മക്കളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാം ഖൈറിലാക്കണം അല്ലാഹ്, എല്ലാം ഖൈറിലാക്കണം അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അസ്റഫ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട്. റാഹത്തിലാക്കണേ അല്ലാഹ്, ഖൈറിലാക്കണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട പലരും പല വിഷയം കൊണ്ട് ദുആ കൊണ്ടിരിപ്പിച്ചവർ എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിന് സലാമത്ത് നൽകണേ അല്ലാഹ്. വിശിഷ്യ ഫലസ്തീനിലെ ഗസ്സയിൽ മുഅ്മിനീങ്ങൾക്ക് പൂർണ്ണമായ മോചനം നൽകണേ അല്ലാഹ്. നിന്റെ ഹിഫ്ള് നൽകണേ അല്ലാഹ്. അഅദാഇകൾ തമ്മിലടിപ്പിച്ച് ചിന്ന ഭിന്നമായി തമ്മിലടിപ്പിച്ച് പരാജയപ്പെടുത്തണം അല്ലാഹ്. അപകട മരണങ്ങൾ ആക്സിഡന്റ് പോലത്തെ മരണങ്ങൾ തൊട്ട് ഞങ്ങളെല്ലാവരും നീ കാക്കണം അല്ലാഹ്. നമ്മുടെ താഹിറിന്റെ ചെറിയ കുഞ്ഞ് സുഖമില്ലാതെ മൈസൂർ ഹോസ്പിറ്റലിൽ കഴിയുന്നു. ഷാഫിയായ കാഫിയായ മുആഫിയായ അല്ലാഹ്. എന്ത് രോഗമാണെങ്കിലും തങ്ങളെ കൊണ്ട് സൂഫി ഷഹീദ് തങ്ങളെ കൊണ്ട് ഉപ്പാപ്പ ഹസൻ സഖാഫ് തങ്ങളെ കൊണ്ട് ആജിലായ കാമിലായ ശിഫാഅ് നൽകണം അല്ലാഹ്. നാളെ വരാനിരിക്കുന്ന ടെസ്റ്റിൽ ഖൈറായി നിനക്ക് അനുകൂലമായ റിസൾട്ട് ആക്കണേ അല്ലാഹ്. നീ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ഞങ്ങളുടെ വീടുകളിൽ പല ഹോസ്പിറ്റലുകളുമായി ആശുപത്രി കഴിയുന്ന ഞങ്ങളുടെ നാട്ടുകാർ ബന്ധപ്പെട്ടവരുടെ ഷാഫിയായ അല്ലാഹ് ആജിലായ കാമിലായ ശിഫാഅ് നൽകണം അല്ലാഹ്. ഞങ്ങളെ ഇബാദത്ത് നന്നാക്കണേ അല്ലാഹ്. കുടുംബസമേതം പരിശുദ്ധ ഹജ്ജ് ഉംറ സിയാറകൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഈ മഹത്തായ മജ്ലിസിൽ സംഭാവനകൾ ഭക്ഷണത്തിനും അരിയും ഇറച്ചിയും മാർച്ചകളും നൽകിയവർ അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. മഹാന്മാരുടെ ഗുരുത്വവും പൊരുത്തവും മദദും നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണം അല്ലാഹ്. കിബ്റില്ലാത്ത ഉജ്ബില്ലാത്ത റിയാഇല്ലാത്ത ഹസദില്ലാത്ത ഇഖദില്ലാത്ത ഖലബില്ലാത്ത ബിദ്അത്തില്ലാത്ത നിഫാഖ് തരമില്ലാത്ത ഖൽബിന്റെ ഉടമകളാക്കണം അല്ലാഹ്. എല്ലാവിധ അഅദാഇകളെ ശർറുകളെ തൊട്ട് കാക്കണം അല്ലാഹ്. സാഹിദീങ്ങൾ ഹാസിദീങ്ങൾ മാഖിദീങ്ങൾ മുഫ്തിരീങ്ങൾ നമ്മാമികൾ മുഖ്താബികൾ കദ്ദാബികൾ ഫുജാരികൾ മുബ്തദിഈങ്ങൾ ശർറുകളെ തൊട്ട് ഞങ്ങളെല്ലാവരും നീ കാക്കണം അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ മുഅ്മിന് മുഅ്മിനാത്തുകൾക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. എല്ലാ ബാധ്യതകളും നിർവഹിച്ച് അവസാനം നിന്റെ ഏറ്റവും അഫ്ളലായ ഖൗലി ലാ ഇലാഹ
ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ കലിമ ഉറക്കെ ചൊല്ലി സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിയോടെ വുളൂവോടെ മരിക്കാൻ ഞങ്ങൾ ഈ മജ്ലിസും ഞങ്ങളുടെ സർവ്വ മജാലിസുകളും കാരണമാക്കി തരണം അല്ലാഹ്. മഹാന്മാരായ സൂഫി ശഹീദ് തങ്ങൾ, ഹസൻ സഖാഫ് തങ്ങൾ, മറ്റു മഹാന്മാരുടെ ഗുരുത്വം പൊരുത്തവും മതതും എല്ലാ സമയത്തും എല്ലാ മക്കാനിലും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്, ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഖുദ് ബിഐദീനാ ഖല്ലത് ഹീലതുനാ വഅൻത വസീലതുനാ യാ റസൂലല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا قد رفعنا إليك أيدينا داعين راغبين فلا تردنا دعاءنا مع الخائبين بمحض فضلك وكرمك وجودك يا أكرم الأكرمين ويا ضياف المستضيفين. آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.